രണ്ട് ക്ലാസ്സുകൾ, വളരെ പ്രൗഢമായ രണ്ട് ക്ലാസ്സുകൾ ശ്രവിച്ചതിന് ശേഷം മാതൃക കുടുംബജീവിതം എന്ന മൂന്നാമത്തെ വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. വിഷയത്തിൻ്റെ ഗൗരവവും നിങ്ങളെ വിളിച്ചുകൂട്ടിയതിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. തീർച്ചയായും ഈ പരിപാടി എന്തുകൊണ്ടും അർത്ഥവത്താണ്, വളരെ ഗൗരവമേറിയതാണ്. അതായത് കുടുംബജീവിതം ആവശ്യമില്ല, വിവാഹ ജീവിതം ആവശ്യമില്ല, ഏകാന്തമായി ജീവിക്കുന്നതിലാണ് സന്തോഷം. അതല്ലെങ്കിൽ ലിവിങ് ടുഗദർ, നമുക്കിഷ്ടമുള്ള ആളുകളുമായി സമ്പർക്കത്തിലേർപ്പെട്ട് തോന്നിയതുപോലെ അവരുമായി ഇടപെട്ട് ജീവിച്ച് സന്തോഷം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സന്തുഷ്ടിയും യഥാർത്ഥ സമാധാനവും എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നും ഇവിടെ നാട്ടിൽ നടക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പ്രത്യേകിച്ച് നമ്മൾ മലബാർ ഏരിയകളിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയകളിലൊക്കെ. പക്ഷെ അതിൻ്റെ ആരംഭം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം. അതായത് മുമ്പ് കാലങ്ങളിൽ ഒരാൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് കണ്ടിരുന്നു. ആ ആൺകുട്ടി ആ പെൺകുട്ടീനോട് സംസാരിക്കുന്നു, ആ ആൺകുട്ടി ആ പെൺകുട്ടീൻ്റെ അടുത്തിരുന്ന് എന്നൊക്കെ പറയും. പക്ഷെ അതിന് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന് നല്ലൊരു ടേം കൊടുത്തു, ഫ്രണ്ട്ഷിപ്പ് എന്ന ടേം. എന്താ ഫ്രണ്ട്ഷിപ്പ്? അത് അവൻ്റെ കൂടെ പഠിക്കുന്ന, അവൻ്റെ മംഗലാപുരത്ത് അവൻ്റെ കൂടെ പഠിക്കുന്നവളാണ്, അല്ലെങ്കിൽ അവളെ കൂടെ പഠിക്കുന്ന അവരുടെ ഫ്രണ്ട്സാണ്. എന്നാ പിന്നെ പ്രശ്നമില്ല. ഈ ഒരു ചിന്താഗതി ഒരു ടേം കൊടുത്തിട്ട് മനുഷ്യനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞത്. അതൊന്നുകൂടി ഒരു പടി കൂടി അപ്പുറത്തേക്ക് പോയി. കേവലം ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിനേക്കാൾ ഒന്നുകൂടി കടന്നിട്ട് കൈപിടിക്കാനും അതേപോലെ തന്നെ അത്യാവശ്യ ആസ്വാദനങ്ങൾക്ക് ഉണ്ടാക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് ആ ഫ്രണ്ട്ഷിപ്പ് മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഭയങ്കര കടുപ്പമുള്ള പ്രശ്നമാണ്. വീട്ടിലൊക്കെ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അതല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിലൊക്കെ അത് ഭയങ്കര പ്രശ്നമാണ് എന്ന് തോന്നുന്നെടുത്ത് അതിന്റെ പേര് മാറി. അതിന്റെ പേര് ബെസ്റ്റി എന്നായി. അപ്പോ ഒന്നുമില്ല, അത് എന്താ അവർ രണ്ടാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഈ സമയത്ത് അതൊന്നുമില്ല, അത് ഓളെ ബെസ്റ്റിയാണ്, അല്ലെങ്കിൽ ഓന്റെ ബെസ്റ്റിയാണ്. അപ്പൊ ആ ടേം ഇടുന്നതോടുകൂടെ അത് സാമാന്യവൽക്കരിച്ചു, അതിന് കുഴപ്പമില്ല എന്ന് വന്നു. പിന്നെ വേറൊരു സാധനം, ഇതൊക്കെ ഇനി നിത്യജീവിതത്തിലേക്ക്, അതല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ വേറൊരു കാര്യം സിറ്റുവേഷൻഷിപ്പ്, പുതിയൊരു ടേം. എന്താ സിറ്റുവേഷൻഷിപ്പ്? രണ്ടാള് പ്രേമിച്ചു, ആ പ്രേമം പൊട്ടി, രണ്ടാളും നിരാശരായിരിക്കുകയാണ്. ആ നിരാശരായിരിക്കുന്ന സമയത്ത് അപ്പൊ രണ്ടാളും എന്റേത് പോയി, അപ്പൊ എന്റേതും പോയി. അപ്പൊ രണ്ടാൾക്കും കൂടി സങ്കടം പറയാനും രണ്ടാളുടെ വിഷമങ്ങൾ പങ്കുവെക്കാനും ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന, ആ സിറ്റുവേഷനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധമാണ്. പക്ഷെ ഒരു പ്രേമമാണോ? അല്ല. ബെസ്റ്റിയാണോ? അല്ല. അതൊന്നുമല്ല. തൽക്കാലം ഒരു സുഖത്തിന്, അതല്ലെങ്കിൽ തൽക്കാലം ഒരു വിഷമം പരിഹരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ഒന്നാകുന്നതിനാണ് പുതിയ ടേം സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സാധനം വന്നു, അഥവാ ലിവിങ് ടുഗദറിന്റെ യഥാർത്ഥത്തിൽ അതിന് പുതിയ പുതിയ ടേമുകൾ ഇട്ട് ചെറുപ്പത്തിൽ തന്നെ അതിന് അംഗീകാരം കൊടുക്കുന്ന രീതിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോളേജുകളിലും സ്കൂളിലൊക്കെ നടക്കുന്ന പുതിയ രീതികൾ. പിന്നെ ഒന്നാണ് ബെഞ്ചിങ് എന്ന് പറയുന്നത്. എന്താ ബെഞ്ചിങ് എന്നാണ് ഉദ്ദേശിച്ചത്? ബെഞ്ചിങ് എന്ന് പറഞ്ഞാല് ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു, 15 അംഗ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. കളിക്കും എത്ര ആളാ? ഒരു ക്രിക്കറ്റിൽ എത്ര ആൾ കളിക്കും? ഒരു മൈതാനത്ത് അറിയില്ല. മൈതാനത്ത് എത്ര ആൾ കളിക്കും? 11 ആള് കളിക്കും. പക്ഷെ 15 അംഗ ടീമിനെ പ്രഖ്യാപിക്കും. എന്തിനാ അങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ഏതെങ്കിലും ചങ്ങായിന്റെ കാല് പൊട്ടിയാലോ കൈ പൊട്ടിയാലോ തൽക്കാലം എന്ത് ചെയ്യണം? വേറൊരു ചങ്ങായിന അടുത്ത ആൾ ഇറക്കണം. അതുപോലെ ബെഞ്ചിങ് എന്ന് പറയുന്നൊരു സാധനം തന്നാൽ സ്ഥിരമായി ഒരാളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഇതിന് നിയമമില്ല, കോടതിയില്ല, ഒന്നുമില്ല. നിങ്ങൾ എന്താ പരസ്പരം തെറ്റിപ്പോയതെന്ന് ചോദിക്കാൻ ആരുമില്ല.
ഇങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്കറിയാം, പ്രേമങ്ങളൊക്കെ പരസ്പരം തെറ്റുന്ന സമയത്ത്, അതല്ലെങ്കിൽ കാമുകമാരൊക്കെ തെറ്റുന്ന സമയത്ത് ജീവിതം തന്നെ ചിലർ അവസാനിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ അഥവാ, കാരണം ഇതിന് ഗ്യാരണ്ടി ഇല്ലല്ലോ, ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പൊ അഥവാ എന്റെ കൂടെയുള്ള എന്റെ ഈ ചെങ്ങായി എങ്ങാനും എന്നെ വിട്ടുപോയാൽ, ശരിക്കും ശ്രദ്ധിക്കണം, എന്റെ കൂടെയുള്ള ഈ പെൺകുട്ടി എങ്ങാനും എന്നെ വിട്ടുപോയാൽ എനിക്ക് എന്ത് ചെയ്യണം? തൽക്കാലം സബിന് ഇറക്കാൻ പറ്റണം. അതിനാണ് എന്ത് പറയാ ബെഞ്ചിങ് എന്ന് പറയാ. അപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് കോളേജിലും അതേപോലെ തന്നെ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ലിവിങ് ടുഗദറിന്റെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന, എന്നാൽ അത് മുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ചില രാജ്യങ്ങളിലൊക്കെ കാണാം, ഒരാള് കല്യാണം കഴിക്കൂല, കല്യാണം കഴിക്കാതെ എന്ത് ചെയ്യും? കല്യാണം കഴിക്കാതെ ജീവിക്കും. അപ്പൊ ഒരു സ്ഥലത്ത് ജോലിയേക്കും. ആ ജോലിയേക്കുന്ന സ്ഥലത്ത് ഒരാളുണ്ടാവും. അപ്പൊ അവരോടൊപ്പം എന്ത് ചെയ്യും? അവരുടെ ജീവിതമൊക്കെ പങ്കുവെക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ കമ്പനി പറയും, തൽക്കാലം ഇവിടെ ജോലിയില്ല, വേറൊരുത്തർ ജോലി പോകണം, അതല്ലെങ്കിൽ ട്രാൻസ്ഫറോ മറ്റോ കിട്ടിയാൽ പുതിയ ജോലിക്ക് പോകും. ആ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ കമ്പനിയിലുള്ള ആള് കൂടെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? പുതിയ കമ്പനിയിൽ നിന്ന് പുതിയ ഒരാളെ എന്ത് ചെയ്യും? ജീവിതത്തിലെ പങ്കാളിയാക്കി എടുക്കും. ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടേക്കാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ പുതുതലമുറയെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പുതിയ ടേമുകൾ കൊടുത്ത്, കാരണം ആരും പറയൂല അങ്ങനെയായി, ഇപ്പം പറയല്ലോ അതങ്ങനെയായല്ലോ, ഇപ്പോഴത്തെ കാലല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അതിനെ സാമാന്യവൽക്കരിക്കുമല്ലോ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തു നോക്കിയാൽ, നേരത്തെ ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ലിവിങ് ടുഗദർ ആണോ ഏറ്റവും നല്ലത്, അതല്ലെങ്കിൽ ഏകാന്തമായി ജീവിക്കലാണോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കുടുംബമായി ജീവിക്കലാണോ? നമ്മളൊക്കെ പറയും കുടുംബമായി ജീവിക്കലാണ് ഏറ്റവും നല്ലത്. പുറകിൽ നല്ല സംസാരമുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് എന്ന് സംഘാടകർ ഉണർത്തിയത് കൊണ്ടാണ് പിന്നെ പ്രത്യേകം പറയുന്നത്. കുട്ടികളൊക്കെ നമുക്കറിയാം, കുറെ കുട്ടികളും മറ്റൊക്കെ കൂടെ ഉണ്ടാവുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും. എന്നാലും മറ്റുള്ളവരുടെ ശ്രദ്ധ പോകുന്ന രീതിയിൽ സംസാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്ന് സംഘാടകർ അറിയിച്ചത് നിങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോ ലിവിങ് ടുഗദർ ആണോ ഏറ്റവും നല്ലത്, ഏകാന്തമായി ജീവിക്കലാണോ ഏറ്റവും നല്ലത്, കുടുംബമായിട്ട് ജീവിക്കലാണോ? അപ്പൊ നമ്മളൊക്കെ പറയും കുടുംബമായിട്ട് ജീവിക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ പുതിയ സമൂഹം, ഞാൻ ഈ വിഷയം ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ചത് മുതൽ ഞാൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ, രക്ഷിതാക്കളൊക്കെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് 24, 25, 26 വയസ്സുള്ള കുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. കല്യാണം കഴിക്കാതെ അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, ഒന്ന്, എന്ത് ചെയ്യട്ടെ, ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിക്കട്ടെ, അതല്ലെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കാനുള്ള ഒരു ശക്തി കിട്ടട്ടെ എന്ന് പറയാൻ ജോലി കിട്ടട്ടെ. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ജോലി? ഭർത്താവ് ഉണ്ടാവൂലേ? അപ്പോ അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഭർത്താവാകുമ്പോൾ ഓന്റെ കീഴിൽ ഇങ്ങനെ ജീവിക്കണ്ടേ. നമ്മൾ ഏതോ ഒരു നമ്മളിങ്ങനെ പഠിക്കുകയെല്ലാം ചെയ്ത്, ഡിഗ്രി പഠിച്ച് PG പഠിച്ച് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു ചങ്ങായിന്റെ കീഴിൽ ഇങ്ങനെ ജീവിക്കണ്ടേ എന്നതാണ്. അതായത് കുടുംബ ജീവിതത്തെ പറ്റിയൊന്നും യാതൊരു ധാരണയും പുതിയ സമൂഹത്തിന് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. യഥാർത്ഥത്തിൽ കുടുംബ ജീവിതം തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷം എന്ന് പറയുന്നത്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാൻ, താബിയുകളിൽ പ്രമുഖനാണ്, വലിയ മുത്തഖയാണ്. മഹാനവറുകളുടെ ഭാര്യയുണ്ട്, മൂപ്പരും ഭയങ്കര മുത്തഖയാണ്. ഒരിക്കലും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ട്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ കയ്യിൽ? അത് റൊട്ടി കഷ്ണാണ്. ഇതേ നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ളൂ. അപ്പൊ മഹദി പറയാ തിരിച്ച്, ദാരിദ്ര്യത്തിന്റെ, അതല്ലെങ്കിൽ പണമില്ലായ്മയുടെ, ഭക്ഷണമില്ലായ്മയുടെ പരാധീനതകൾ തിരിച്ചു പറയാതെ ആ ഭാര്യ ചോദിച്ചു ഹസനുൽ ബസ്രിയോട്, യാ ഹസൻ, ഹസനുൽ ബസ്രി തങ്ങളെ, നമ്മൾ ജീവിക്കുന്ന, നമുക്ക് വസ്ത്രമുണ്ട്, വീടുണ്ട്, ഭക്ഷണമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകള് ലോകത്തുണ്ടല്ലോ.
മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പൊട്ടിക്കരഞ്ഞു പോയി. എൻ്റെ ഭാര്യ, എന്നെ അള്ളാഹുവിലേക്ക് ചിന്തിപ്പിക്കുന്ന എൻ്റെ ഭാര്യ, പരാധീനതകളും അതേപോലെ തന്നെ വിഷമങ്ങളും എന്നോട് തുറന്നു പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാത്ത എൻ്റെ ഭാര്യ, ആ ഭാര്യയെ തന്ന അള്ളാഹുവേ അൽഹംദുലില്ലാ, നിനക്കാണ് സർവസ്തുതിയും. ഇതാണ് കുടുംബജീവിതം. സ്നേഹമാണ് കുടുംബജീവിതം, സന്തോഷമാണ് കുടുംബജീവിതം. ഈ കുടുംബജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായി കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുക, അടിസ്ഥാനപരമായിട്ട് തന്നെ അതൊരു സന്തോഷമാണ്. ആണോ ഇല്ലയോ? നിങ്ങളെന്താ ഇങ്ങനെ അങ്ങനെ ശരിയാവൂല. ഒന്ന് മടുത്താ, പരിപാടി മടുത്താ? ഇല്ല. അപ്പൊ നിങ്ങൾ വല്ലാത്ത ഗൗരവം, ഇതെന്താ സംഭവം? ഇത് നമ്മൾ സന്തോഷമുള്ള കാര്യം പറഞ്ഞത്. കുടുംബം എന്ന് പറഞ്ഞാല് എന്താണ്? കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ്, സന്തോഷമുണ്ടാവുന്നതാണ്. അങ്ങനെയാണോ? അത് ശരിയാണോ? ചോദ്യചിഹ്നമുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറ പറയുന്നൊരു കാര്യമുണ്ട്, കുടുംബം ആയാൽ പിന്നെ എല്ലാം ലോക്കായി, സന്തോഷം പോയി. പെണ്ണ് കെട്ടിയവന്റെ എന്താ പറയാ, കണ്ണ് പൊട്ടി. ആരും കണ്ണ് പൊട്ടിക്കോ? സംഗതി പൊട്ടിക്കൊന്നുമില്ല, പക്ഷേ പൊട്ടിന്നങ്ങനെ. ഇതാണ് കേൾക്കോ പുതിയ തലമുറ. അപ്പോ ഭർത്താവിന്റെ ക്രൂരത, ചില ആളുകൾ ഒരിക്കലും പോസിറ്റീവ്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പോസിറ്റീവ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ സംസാരിക്കുവോ? നിങ്ങള് ഒരു ബന്ധു വീട്ടിൽ എല്ലാവരും ഇരുന്നിട്ട് സംസാരിക്കുന്ന എന്താ പറയാ, ഓൻ അങ്ങനെ ചെയ്താലിന് മോളെ ഉമ്മാന്റെ കാര്യം, മറ്റേ അത് ഇത് എന്നെല്ലാം പറയുമ്പോ ഇതിങ്ങനെ കേൾക്കുന്ന 16-18 വയസ്സുള്ള മോളുണ്ടാവും. പടച്ചോനെ, ഞാനും ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ ഇങ്ങനെ സന്തോഷം ജീവിക്കുന്ന, എന്റെ കല്യാണം കഴിച്ച ഇതുപോലെ ആയിരിക്കുമോന്ന് ആര് ചിന്തിക്കും? ചെറിയ മക്കൾ ചിന്തിക്കും, 16-18 വയസ്സുള്ള മക്കൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷാണ്. ആ കാര്യത്തിൽ സംശയമുണ്ടോ? അപ്പൊ ചില ആള് പറയും സന്തോഷമൊക്കെ തന്നെയായിരുന്നു, തുടക്കത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ഫോണ് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, എന്നെ കാണുമ്പോൾ ഓർക്ക് വല്ലാത്ത ഹാപ്പി ആയിരുന്നു, എന്നെ എല്ലാ സ്ഥലത്തും കൂട്ടിക്കൊണ്ടുപോവായിരുന്നു, ഞാൻ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ചേർന്നിരുന്നിട്ടായിരുന്നു പോയിരുന്നത്. ഇപ്പൊ ആ ഒരു ഗുണമൊന്നും കിട്ടുന്നില്ല. ഓർക്കെന്തോ ഒരു മടുപ്പ് പോലെ തോന്നുന്നു. അങ്ങനെ ഉണ്ടാവില്ലോ? ആദ്യത്തെ അതേ അവസ്ഥ നമ്മള് വിവാഹത്തിന്റെ ആദ്യ ഘട്ടത്തിലുണ്ടാകുന്ന അതേ അവസ്ഥ തന്നെ അവസാനം വരെ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ കണിഞ്ഞു എന്ന് വെച്ചിട്ടാ. ഉണ്ടോ ഇല്ലയോ? ഇല്ല എന്നതൊരു സത്യമാണ്. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞത് സത്യമാവാതിരിക്കാൻ സാധ്യത. രണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, വിവാഹം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് വിവിധ ഘട്ടങ്ങളാണ്, അല്ലെ? വിവിധ ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ഒന്നാമത്തെ ഘട്ടം ഭയങ്കര ഹാപ്പി, ഏത് ചെറിയ കാര്യത്തിന് സന്തോഷം. എന്തെങ്കിലും നെഗറ്റീവുകൾ രണ്ടാള് ഭാഗത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കും, യാതൊരു കുഴപ്പമില്ല. അത് കുത്തിപ്പറയൂല, എടുത്തു പറയൂല, ഒന്നും സംസാരിക്കൂല. നല്ല സന്തോഷം, ഭയങ്കര മൂഡ്, ഭയങ്കര ത്രില്ല്, ഭയങ്കര റൊമാൻസ്. ഓ, എന്തായിരിക്കും അതിന്റെ ആ ഒരു അവസ്ഥ? പക്ഷെ അത് പോയി 6 മാസം ഏറി വന്നാൽ 2 വർഷം വരെ ആ ഒരു അവസ്ഥ നിലനിൽക്കും. പിന്നെ എന്താവും? പിന്നെ കാര്യങ്ങൾ മാറും. കുട്ടികളായി, ഭാര്യക്ക് കുട്ടികളായി, ഗർഭായി, മക്കളായി, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വന്നു. ഇതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? മെല്ലെ ഒരു മാറ്റം ജീവിതത്തിൽ വരും. അതിനൊരു കാരണമുണ്ട്. അതോടുകൂടെ എല്ലാം പോയോ? എല്ലാം പോയി, ജീവിതത്തിന്റെ സുഖം പോയി. അപ്പൊ ചിലർ പറയും പണ്ടേത്തൊന്ന് തിരിച്ചു കിട്ടണമായിരുന്നു. തിരിച്ചു കിട്ടോ? തിരിച്ചു കിട്ടൂല. പക്ഷെ ഞാൻ പറയുന്നതോ അതിനേക്കാൾ ആഴത്തിലുള്ള സ്നേഹവും സന്തോഷവും സന്തുഷ്ടിയും അതേപോലെ തന്നെ സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ആദ്യം എന്തുകൊണ്ടുണ്ടായി? ആദ്യം ഉണ്ടാവാനുള്ള കാരണം ഒന്ന് നോവൽറ്റിയാണ്. എന്താ നോവൽറ്റി എന്ന് പറഞ്ഞാല്? ഒരു പുതുമ. പുതിയൊരു മൊബൈൽ നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഉപ്പ ഒരു മൊബൈൽ കൊണ്ടുവരുന്നുണ്ട്,
അല്ലെങ്കിൽ ഭർത്താവ് ഒരു മൊബൈൽ എനിക്ക് കൊണ്ടുവരുന്നുണ്ട്, അത് കൊണ്ടുവരുന്നത് വരെ ഭയങ്കര സന്തോഷം. കയ്യിൽ കിട്ടിയാലോ, കയ്യിൽ കിട്ടിയാല് കുട്ടികളോട് പറയും, ഇതുവരെ മറ്റേ പല ഫോണുകൾ നിങ്ങൾ കളിച്ചതാന്നേ, ഇത് തൊട്ട് കളിക്കറേ അല്ലേ, ഇതാരും തുടർ. ഇത് ചിലപ്പോ എന്ത് ചെയ്യും, നമ്മൾ എടുത്തു വെക്കുമ്പോൾ നല്ല ഒരു സ്ഥലത്ത് വിരിപ്പൊക്കെ വിരിച്ച് അതിന്റെ മേലെ എടുത്തു വെക്കും. എത്ര രസം ഉണ്ടാവും. പുതിയൊരു സൈക്കിൾ വാങ്ങി എത്ര രസം നമ്മൾ കഴുകി വൃത്തിയാക്കി അത് മിന്നിച്ചു വെക്കും. അത് മനുഷ്യന്റെ ഈ ഭൗതിക ലോകത്ത് മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവമാണത്. നോവൽറ്റി, പുതിയ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും, അവന് ഒരു വല്ലാത്തൊരു സന്തോഷവും വല്ലാത്ത ഒരു ആവേശമൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് കല്യാണം കഴിയുന്ന സമയത്തും ആ സ്വഭാവവും ആ ആവേശമൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹത്തിന്റെ തുടക്കത്തിൽ 2 ഹോർമോണുകൾ, ഹാപ്പിനെസിന്റെ 2 ഹോർമോണുകൾ, ഒന്ന് ഡോപ്പമിനും അതേപോലെ തന്നെ ഓക്സിറ്റോസിനും. ഈ 2 ഹോർമോണുകളും നല്ലോണം മുകളിലേക്ക് ഉയരുന്ന സമയമാണ്. നല്ലോണം മുകളിലേക്ക് ഉയരുന്നത്. ഈ പ്രേമിക്കുന്ന കുട്ടികളൊക്കെ വാപ്പാനെ ഉമ്മാനൊക്കെ വിട്ടിട്ട് ഇറങ്ങി ഓടുന്നത് നമുക്ക് കാണാം. എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാത്? അത് സംഭവിക്കുന്നതിന്റെ കാരണം പിന്നീട് അവർ സങ്കടപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഡോപ്പമിന്റെയും ഓക്സിറ്റോസിന്റെയും ഈ 2 ഹോർമോണുകൾ അഥവാ ഹാപ്പിനെസിന്റെ ഈ 2 ഹോർമോണുകളും നല്ല ഗ്രാഫിങ്ങിനെ ഉയർന്നുയർന്നുയർന്നു പോകും. ആ സമയത്ത് എല്ലാം സന്തോഷമായിരിക്കും, ആ സമയത്ത് എല്ലാം ഹാപ്പി ആയിരിക്കും. അത് താഴ്ന്ന് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു 6 മന്ത്, 6 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഏറി വന്ന ഒരു 2 വർഷം വരെ അതിന്റെ ഉയർച്ച നിൽക്കും. പിന്നെ അതിങ്ങനെ താഴ്ന്ന് പോകും. സ്വാഭാവികമായിട്ടും ബ്രെയിന് സാധാരണ പോലെയാവും, സാധാരണ പോലെ ബ്രെയിൻ ആവും. അപ്പൊ എന്ത് ചെയ്തു? പഴയ സ്വഭാവമൊക്കെ, ഭർത്താവിന്റെ പഴയ സ്വഭാവം തിരിച്ചു വരും, ഭാര്യയുടെ പഴയ സ്വഭാവം തിരിച്ചു വരും. നേരത്തെയുള്ള റൊമാൻസ് ഉണ്ടാവില്ല. നെഗറ്റീവുകളൊക്കെ ചെറുതാണെങ്കിൽ അതൊക്കെ ഭയങ്കര സംഭവമാക്കി കാണിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ എന്ത് ചെയ്യും? പ്രശ്നമുണ്ടാകും. എന്താ ഇതിന് പരിഹാരം? ഒന്നാമത്തെ ഘട്ടം പോലെ തന്നെ ജീവിതകാലം മുഴുവനും നിലനിൽക്കണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്താവുമ്പോൾ 63 വയസ്സ് റസൂലുള്ളാഹിക്ക്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പത്നിമാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മാംസത്തിന്റെ ഒരു ഭാഗം റസൂലുള്ള കടിക്കുന്നു, അതേ ഭാഗം നോക്കി പത്നിമാരും കടിക്കുന്നു. പത്നിമാര് അവരെടുത്തിട്ട് കഴിച്ച ഭക്ഷണത്തിന്റെ അതേ ഭാഗം തന്നെ റസൂലുള്ളയും തന്റെ വായോട് ചേർത്ത് പിടിക്കുന്നു. ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്താല് ഈ ഉപ്പാക്കും ഉമ്മാക്കും ഇതുവരെ പായരം മാറിയില്ലേ അല്ലേ? ചോദിക്കൂലേ? അല്ല, അങ്ങനെയല്ല. 63 വയസ്സുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത അവസാനം വരെ ഈ ഒരു സന്തോഷവും സന്തുഷ്ടിയും സമാധാനവും നിലനിൽക്കണം. അത് നിലനിൽക്കാൻ എന്ത് ചെയ്യണം? എന്ത് വേണം? എന്താ വേണ്ടേ? പഴയതിലേക്ക് പോകണം, ഒന്നുകൂടി കെട്ടണമെന്നാ. ആ ജീവിതം, സന്തോഷം എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, സന്തോഷം തന്നെ വെറുതെ നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ട് ഒരിക്കലും സന്തോഷം കിട്ടൂല. അപ്പൊ എന്റെ വിവാഹത്തിന്റെ തുടക്കത്തിൽ കിട്ടിയല്ലോ, തുടക്കത്തിൽ കിട്ടിയതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഇന്നേ സംഗതികളാണ്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ആ സ്കില്ല് നമുക്ക് ട്രെയിനിങ്ങിലൂടെ, പ്രാക്ടീസിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അതിന് ഇസ്ലാം നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പൊ ആ സന്തോഷം നിലനിൽക്കണം. മഹാനായ ശഅബി റളിയല്ലാഹു അൻഹും ശുറൈഹുൽ ഖാദി രണ്ടാളും ഭയങ്കര ഫ്രണ്ടാണ്.
ശുറൈഹുൽ ഖാദിയും ശുഐബ് റളിയല്ലാഹു അൻഹു രണ്ടാളും ഭയങ്കര ഫ്രണ്ടാണ്. ഒരിക്കല് ശുഐബ് റളിയല്ലാഹു അൻഹു ശുറൈഹുൽ ഖാദിയോട് ചോദിക്കുന്നു, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങളെ വിശേഷം എന്തെല്ലാം? ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 20 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്, 20 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്, പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഇതുവരെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ജീവിതം ഭയങ്കര സന്തോഷമുള്ള ജീവിതമായിരുന്നു. ഞങ്ങളെ ജീവിതം ഭയങ്കര സന്തോഷമുള്ള ജീവിതമായിരുന്നു. ശുഐബ് റളിയല്ലാഹു അൻഹു ഞെട്ടി, അങ്ങനെ അന്ന് സംഭവിച്ചെന്ന് ചോദിച്ചു. ഒന്നുമല്ല, വിവാഹത്തിന്റെ ആദ്യ ദിവസം, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം അള്ളാഹുവിന് ശുക്റിന്റെ സുജൂദൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ പരസ്പരം ഇരുന്ന് സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവളുടെ ആ സുന്ദരമായ മുഖം എൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു. ആ പെണ്ണ്, പ്രിയപ്പെട്ടവൾ, എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കണേ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, നിങ്ങൾ വെറുക്കുന്ന കാര്യം എന്തൊക്കെയാണ്? കാരണം ഞാനും നിങ്ങളും വേറൊരു കുടുംബത്തിലുള്ള, അതേപോലെ തന്നെ വേറൊരു ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ മക്കളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ തമ്മിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാം. നിങ്ങളുടെ ഇഷ്ടക്കേട് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അതിനനുസരിച്ച് നിൽക്കാം. ഇത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. ഇതുവരെയും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും എപ്പോഴും നിലനിൽക്കാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് നമ്മുടെ വിവാഹ ജീവിതം ഇസ്ലാമിക ജീവിതമാവുക. 2, പരസ്പരം തിരിച്ചറിയുക. എങ്ങനെ തിരിച്ചറിയുക? ആദ്യം ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയുക. ഒരു പുരുഷൻ തിരിച്ചറിയുക, എന്താണ് എൻ്റെ ഡ്യൂട്ടി. ഒരു സ്ത്രീ അഥവാ അവിടുത്തെ ഇണ തിരിച്ചറിയുക, എന്താണ് എൻ്റെ ഡ്യൂട്ടി, ഞാൻ എന്താണ് ഈ കുടുംബത്തിൽ, എൻ്റെ റോൾ എന്താണ്, അത് തിരിച്ചറിയുക. പരസ്പരം അവർ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ ആ റോള് നിർവഹിച്ചാൽ തന്നെ ആ കുടുംബം വളരെ ഹാപ്പി, സന്തോഷകരമായ കുടുംബമായി മാറും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയ ചില റോളുകൾ, പൊതുവായ ചില ഉത്തരവാദിത്തങ്ങൾ, ചെറിയ രീതിയിൽ ഞാൻ സംസാരിക്കാം. പൊതുവായ ചില ഉത്തരവാദിത്തങ്ങൾ. ഭർത്താവ് എന്ന് പറയുന്നത്, അഥവാ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഒരു പ്രൊട്ടക്ടറാണ്, ഒരു കുടുംബത്തിന്റെ പ്രൊട്ടക്ടറാണ്. അഥവാ പണം സമ്പാദിക്കുക, ജീവിക്കാനുള്ള എല്ലാ സംഗതികളും ഉണ്ടാക്കി കൊടുക്കുക, വീട്, വസ്ത്രം, കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവിധ സംരക്ഷണവും ആ കുടുംബത്തിന് കൊടുക്കുക. രണ്ടാമത്തത്, സാമ്പത്തിക ബാധ്യത മുഴുവൻ നിർവഹിക്കേണ്ടത് ഒരു ഭർത്താവാണ്. മൂന്നാമത്തത്, ഭാര്യയോട് മക്കളോട് നന്നായി പെരുമാറുക. നാലാമത്തത്, ആ കുടുംബത്തിന്റെ ആത്മീയ നേതൃത്വം ഭർത്താവുക. ഭാര്യയുടെയും കുട്ടികളുടെയും ഇസ്ലാമികമായ വളർച്ചയിൽ നേതൃത്വം വഹിക്കുക എന്നർത്ഥം. അഞ്ചാമത്തെ കാര്യം, ഭാര്യയുടെ മാനസിക ആവശ്യങ്ങൾ മനസ്സിലാക്കുക. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം. ഇനി ഭാര്യയുടെ റോൾ എന്താണ്? ശരിക്കും ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ റോള് നമ്മൾ പറഞ്ഞു, ആ വീടിന്റെ, ആ കുടുംബത്തിന്റെ പ്രൊട്ടക്ടർ ആണെങ്കിൽ, ഭാര്യ എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രമാണ്. ആ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രമാണ് ഭാര്യ. ഖൈറുൻ നിസാ സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും നല്ല പെണ്ണെന്ന് പറയുന്നത് ഭർത്താവ് ആ പെണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ്. നിങ്ങൾ നോക്ക്,
വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഫാത്തിമ ബീന്റെ ഒരു ക്വാളിറ്റി പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി ഉപദേശിച്ചു കൊടുത്താണ്, മോളെ അലി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കണം. നമ്മൾ വീട്ടിൽ എല്ലാ പണിയും അതേപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടും സഹിച്ച് ത്യാഗങ്ങളൊക്കെ സഹിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ മൂഡ് ഓഫ് ആണെങ്കിൽ എന്തായിരിക്കും ആ വീടിന്റെ അവസ്ഥ? ഇനി അതേ അവസരത്തിൽ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളുടെ വീട്ടിലേക്ക് സ്കൂള് വിട്ടുകൊണ്ട് കുട്ടികൾ വരുന്ന സമയത്ത് ഉമ്മ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്, ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ ആ വീട്ടിലെ കിങ് മേക്കർ എന്ന് പറയുന്നത്, ആ കുടുംബത്തിന് സന്തോഷം വേണോ സമാധാനം വേണോ എന്ന് നിർണയിക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്നത് ഉമ്മമാരാണ്, ഭാര്യമാരാണ്. പിന്നെ രണ്ടാമത്തെ ഡ്യൂട്ടി ഭർത്താവിനോടുള്ള സഹകരണം. എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം. മൂന്നാമത്തത് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവളാവുക. നാലാമത്തത് മക്കളുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുക. നിങ്ങൾ നോക്ക്, ലോകത്ത് അത്ഭുതങ്ങളായ ഒരുപാട് പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, വലിയ വലിയ കഴിവുള്ള ആളുകൾ, ഇവരൊക്കെ ലോകത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ശക്തി ആരാണ്? ഒരു വീട്ടിലെ ഉമ്മയാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ശക്തിയാണ്. ആ ഒരു റോള്, ഡ്യൂട്ടി ഉമ്മമാർ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ തലം ഞാൻ പറയുന്നു, ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നോക്ക്, ഒരു ഭർത്താവ് എന്തൊക്കെയാണ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ഷാബിർ റളിയല്ലാഹു സുറൈൽ ഖാദിം കണ്ടുമുട്ടിയപ്പോൾ സുറൈ തങ്ങൾ പറഞ്ഞത്, ഞാനും അവളും തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് വേണ്ടത് അവളോടും അവൾക്ക് വേണ്ടത് എന്നോടും പറഞ്ഞു. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സന്തോഷത്തിലാണ്, 10-20 വർഷമായി ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നോർമലായി ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയായിരിക്കും ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പൊതുവായിട്ടുള്ള ഞാൻ പറയാം. ഇനി അതല്ലാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കണം. എനിക്ക് ഇതും കൂടി വേണമെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പബ്ലിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ചിരിക്കുകയും ചെയ്യാതെ തമാശയാന്നില്ല. ഓക്കെ, അപ്പോ ഒന്ന്, ഒരു ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്, അഥവാ തന്നെ മനസ്സിലാക്കുന്ന ഭാര്യ. ഞാനിത് ശരിക്കും പറഞ്ഞുതരാം. തന്നെ മനസ്സിലാക്കുന്ന ഭാര്യ, അഥവാ ഒരു ഭർത്താവിന്റെ ജോലിയെ പറ്റി ഒരു ഭാര്യ മനസ്സിലാക്കണം. ജോലിയുടെ സമ്മർദ്ദത്തെ പറ്റി ഒരു ഭാര്യ മനസ്സിലാക്കണം. സാമ്പത്തിക ബാധ്യത ഒരു ഭാര്യ മനസ്സിലാക്കണം. ഞാൻ എത്രയോ നേരായി നിങ്ങളെ ഫോണ് വിളിക്കുന്നു, എന്നാലുണ്ടല്ലോ മനുഷ്യ ഒന്ന് ഫോൺ എടുക്കല്. കുറേ നേരം വിളിച്ചതിന് ശേഷം കിട്ടിയരം പറഞ്ഞതാ, പക്ഷേ ഭാര്യ അറിയില്ല ഭർത്താവിന്റെ അവസ്ഥ എന്ത് എന്ന്. അങ്ങനെ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് ഭാര്യമാർ ഇങ്ങനെ സംസാരിക്കുക. സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ, നമ്മൾ ഭയങ്കര ജോലി സമ്മർദ്ദത്തിനിടയിൽ ഫോൺ എടുത്തിട്ട് ഭാര്യ സംസാരിക്കുന്ന സമയത്ത് ഈ രൂപത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നെങ്കിലോ, ചിലപ്പോ നമ്മള് വേറെ ഭാഷ ഉപയോഗിക്കും അല്ലെ. ഫോൺ നമ്മളെ മൊബൈൽ ഫോൺ അല്ലാത്തതുകൊണ്ട് സ്വന്തമാണെങ്കിൽ എറിയൂല, വേറെ താങ്കൾ എറിഞ്ഞിട്ടുണ്ടാവും. സത്യല്ലേ? അതെ. അപ്പൊ മനസ്സിലാക്കിയാൽ എന്തായി? പ്രശ്നമില്ല. രണ്ടാമത്തത് റെസ്പെക്ട് ആൻഡ് അപ്രീസിയേഷൻ. ഭർത്താവിനെ ബഹുമാനിക്കുക. പൊതുവെ ഭർത്താക്കന്മാർ എന്നാൽ ഭാര്യക്കും പെണ്ണുങ്ങന്മാരെക്കാട്ട് കൂടുതൽ ഈഗോ ആർക്കുണ്ടാവും? ആണുങ്ങന്മാർക്കുണ്ടാവും. പൊതുവെ തോറ്റു കൊടുക്കുമല്ലോ നിൽക്കുവോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് ഇഞ്ഞക്ക് അറിഞ്ഞൂടാന്നല്ല നമ്മളോട് പറഞ്ഞു നോക്ക്, ദേഷ്യം പിടിക്കും. സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? ഈഗോ കൂടുതലാണ്. അപ്പൊ റെസ്പെക്ട് ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നു, ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യണമെന്ന്. അതേപോലെ തന്നെ അപ്രീസിയേഷൻ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഭർത്താക്കന്മാരൊക്കെ സോപ്പിടാൻ വളരെ സിമ്പിളാണ്. സഹോദരിമാരെ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ്. കുടുംബം നല്ല സന്തോഷത്തിലും സന്തുഷ്ടിയിലും പോവാൻ വളരെ സിമ്പിളായ ചില ടിപ്സുകളാണ് പറയുന്നത്. അതായത് ഭർത്താവിനോട് നല്ല അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളെ ഡ്രൈവിങ് ഭയങ്കര സംഭവമായിട്ടാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോ കാറ് നിങ്ങളെ ഫ്ലൈറ്റെല്ലാം ഓടിക്കാൻ പറ്റിയ നല്ല കഴിവല്ല നിങ്ങൾക്ക് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ചോദിക്കും ഇതെല്ലാം ഒരു തമാശയല്ല, ഉള്ള കാര്യങ്ങൾ പറയാലോ. ഉള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ മൂപ്പരോട് പോവും, വണ്ടിയിലിരിക്കും, നിങ്ങൾ പോകുമ്പോൾ ഒരു സ്പീഡും ഇല്ല.
ഞാൻ ആങ്ങളെ എന്നോട് പോകുമ്പോൾ എന്തൊരു സ്പീഡായിരിക്കും, ഓനിക്ക് നല്ല ഡ്രൈവിംഗ് അറിയാം ഇതെല്ലാം പറയുമ്പോൾ എന്തുണ്ടാവും? ഞാൻ പറയുന്നതിന്റെ പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. മൂന്നാമത്തത് പീസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഏത് സമയത്തും ഫോൺ എടുത്താൽ നെഗറ്റീവ് മാത്രം പറയുന്ന പെണ്ണിനെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, ഭർത്താവിന് ഇഷ്ടമുണ്ടാവില്ല. എപ്പോഴും ഫോണ് വിളിച്ചാൽ പരാതികൾ, അല്ലെങ്കിലോ മങ്ങലുണ്ടാടാ, അല്ലെങ്കിൽ മറ്റേതുണ്ട്, ഇതുണ്ട്, ഇത്ര വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണം, ഭാരങ്ങൾ മാത്രം സംസാരിക്കുന്ന, എപ്പോഴും ഇത് മാത്രം സംസാരിക്കുന്നവർ ഒരിക്കലും ആരിഷ്ടപ്പെടൂല. ഒരു ഭർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടൂല. നാലാമത്തെ ട്രസ്റ്റ് ആണ്. ഒരു ഭാര്യക്ക് എപ്പോഴും ആരെ പറ്റിയൊരു വിശ്വാസം വേണം, ഭർത്താവിനെ പറ്റി വിശ്വാസം വേണം. നിങ്ങളെ ഫോണൊന്ന് നോക്കട്ടെ, ലോക്ക് മാറ്റിക്കണ്ടല്ലോ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഭർത്താക്കന്മാരൊരിക്കലും ഭാര്യമാർക്കുള്ള വിശ്വാസം കളയുന്ന ഒരു പ്രവൃത്തിയും ചെയ്തേക്കരുത്. അത് ഗൗരവമുള്ള വിഷയമാണ്. അഞ്ചാമത്തെ കാര്യം അഫെക്ഷൻ ആൻഡ് ലവ്, സ്നേഹവും കരുതലും. ഭാര്യക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട് എന്നുള്ളത് ഭർത്താവിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് സാധനം ഞാൻ പോകുമ്പോഴേക്കും ഒരു സമ്മാനം പോലെ തരാം, ഒരു ഗിഫ്റ്റ് പോലെ. ആ സാധനം തരും ദീർഘകാലം, അഥവാ ഒരു ഗ്യാരണ്ടിയോടുകൂടെ അതേ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയോടുകൂടെ കുടുംബം സന്തോഷത്തിനും സമാധാനത്തിനും മുന്നോട്ട് പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കം അങ്ങ് പറഞ്ഞോട്, ആമീൻ. ഓക്കെ, ഉറക്കം കൂടി തെളിഞ്ഞോട്ടെ വെച്ചിട്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സ്നേഹവും കരുതലും എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ഭർത്താവിനോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്ന് ചിരിക്കുക കാണുമ്പോൾ, വെറുതെ ഇങ്ങനെ ചിരിക്കലല്ല, നല്ല സ്നേഹം അല്ലേ, ചിരിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മൂടുന്നടിപ്പിച്ച്, അടുക്കളയിൽ നിന്ന് മൂടുന്നടിപ്പിച്ച് എല്ലാ സമയത്തും മുഖവും ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നതിന് പറയും സ്നേഹത്തോടെ. ഏത് ഘട്ടത്തിലും സ്നേഹത്തോടെ, വാക്കുകളിൽ സ്നേഹം കാണണം. അതിനെന്തേ കാര്യം? ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കുക, നമുക്ക് അയച്ചൂടെ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അയക്കുമ്പോൾ അതിന് കൂടുതൽ എന്തുണ്ടാവും അല്ലെ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജ് വെറുതെ അങ്ങ് അയച്ചു നോക്ക്. അല്ല, ഇയാൾക്ക് പെരാന്തായോ? അങ്ങനെ ചിന്തിക്കണ്ട. നമ്മുടെ വാക്കുകൾ, ഈ കുടുംബസംഗമം പരിപാടി കഴിയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഭാര്യക്ക് തോന്നണം, ഇയാൾ ഒട്ടാകെ മാറിയിട്ടുണ്ടല്ലോ. ഭാര്യനെ പറ്റി ഉമ്മക്കുന്നു, ഭാര്യ നന്നായിട്ട് മാറിയിട്ടുണ്ടല്ലോ. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ വാക്കുകൾക്ക് മാറ്റം വരണം, പ്രവൃത്തികൾക്ക് മാറ്റം വരണം, പെരുമാറ്റങ്ങൾക്ക് മാറ്റം വരണം. തീർച്ചയാണ് കുടുംബത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വിശദമായിട്ട് അധികം വിശദീകരിച്ചു പോകുന്നില്ല. ഇനി ഒരു ഭാര്യ എന്തൊക്കെയാണ് ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? സിമ്പിൾ. ഭാര്യ എന്തൊക്കെയാണ് ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒന്നാമത്തത്, ഒരു ഭാര്യ എന്തായിരിക്കും ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുക? നിങ്ങളോട് ചോദിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ലവ് ആൻഡ് ഇമോഷണൽ സെക്യൂരിറ്റി, സുരക്ഷയും അതേപോലെ തന്നെ സ്നേഹവും. നല്ലോണം സ്നേഹിക്കണം ഭാര്യമാരെ, നല്ലോണം കെയർ ചെയ്യണം. ഒരു തലവേദന വന്ന് കിടക്കുന്ന ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഒരു പാരസെറ്റമോൾ ഒന്നും കൊടുക്കണ്ട, ആ തലയൊന്ന് തടവിയിട്ട് എന്താ എനിക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ മതി. ചിലർ പറയൂലേ, എത്ര നേരായി, എന്നാല് ഇത്ര നേരം ഞാനിവിടെ കിടന്നിട്ട് എന്തെന്നാ എനിക്ക് പറ്റിയെന്ന് വരെ ചോദിച്ചില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ടച്ചാകുന്നുണ്ടോ? ഓടുന്നുണ്ടോ? ഇത് ഭയങ്കര സംഭവമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും റസൂലുള്ളാഹിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവിയുടെ മടിയിൽ റസൂലുള്ളാഹി ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്, സ്നേഹത്തിന്റെ തടവൽ. ആയിഷ ബീവി അപ്പോഴല്ലേ ചോദിച്ച റസൂലുള്ളാഹിനോട്, നബിയെ ഇതുപോലെ സ്വർഗത്തിൽ എനിക്ക് അവസരം ഉണ്ടാവോന്ന്? അപ്പോഴാണല്ലോ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയ ഹും വഅസ്വാജുഹും ഫീ ളുലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഭാര്യമാരും ഒന്നിച്ച് സ്വർഗത്തിലുണ്ടാകുമെന്ന് ആശയം വരുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ. അത് റസൂലുള്ളാഹി ഓതിക്കൊടുത്തു. ആയിഷ ബീവിക്ക് സന്തോഷമായി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ആഖിറത്തിലേക്കും കൂടി വേണം അല്ലേ? ഇവിടെ തന്നെ മതിയായിരിക്കുന്ന അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹു തആല ഇവിടെയും ഹാപ്പിയായ സ്വർഗീയമായ ജീവിതം നയിക്കാനും സ്വർഗത്തിലെത്തി ആനന്ദിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പെട്ടെന്ന് നിർത്താം. ഒന്ന് ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ റെസ്പെക്റ്റ് ആണ്. ഭാര്യയും ആഗ്രഹിക്കുന്നുണ്ട് റെസ്പെക്ട് ചെയ്യണമെന്ന്. പെങ്ങന്മാരും ഒലക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങെന്തിനാ അഭിപ്രായം പറഞ്ഞില്ലേ അങ്ങനെ ചോദിച്ചു. പെങ്ങന്മാരൊക്കെ നിൽക്കുകയാണ്,
അപ്പൊ എന്തോ ഒരു കാര്യം പറയുമ്പോ ഭാര്യ അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ പറയണ്ടില്ലല്ലോ, ഇങ്ങനെയായാലും പറയുന്നത്, ഇങ്ങനെയായാലും ഇടപെടുന്നത് എന്ന് ചോദിച്ചാലോ എങ്ങനെ ഉണ്ടാവും? റെസ്പെക്ട് ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തത് ക്വാളിറ്റി ടൈം. ഒരു 10 മിനിറ്റെങ്കിലും വേറൊന്നും ചർച്ച ചെയ്യാതെ ഭാര്യയുമായിട്ട് സംസാരിക്കാൻ ഭാര്യ ഇഷ്ടപ്പെടുന്നു. അതാ ഇങ്ങനെ മിസ്സടിച്ചോണ്ടിരിക്കുന്ന ഓരൊരാർത്തിയാണ്, ഓല ആഗ്രഹിക്കുന്നു ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ. ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എമ്പതി, മാത്രമല്ല വികാരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനെ പോലെ ഭർത്താവണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും കുറെ വികാരങ്ങൾ, വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുക ഭർത്താവിനാണോ അതല്ലെങ്കിൽ ഭാര്യക്കാണോ? ഭർത്താവിനുണ്ടാവും, പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങനെ പറയൂല, കുറെ മനസ്സിലടക്കി പിടിക്കും. ഭാര്യക്കാണെങ്കിൽ എന്ത് ചെയ്യണം? പറയണം. അപ്പൊ നമ്മളെന്താ ചെയ്യാ? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് കേട്ടുകൊടുക്കാൻ ആര് താല്പര്യപ്പെടുന്നുണ്ട്? ഒരു ഭർത്താവ് കേട്ടുകൊടുക്കണമെന്ന് ഭാര്യ താല്പര്യപ്പെടുന്നു. അത് ചെയ്തു നോക്ക്. ഇനി മറ്റൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി, മറ്റൊന്നാണ് ട്രസ്റ്റ്, ഉത്തരവാദിത്വം, അതേപോലെ തന്നെ വിശ്വാസവും. ഭാര്യയെ വിശ്വസിക്കണം. 7 അല്ലേ, പൈസ അയക്കുന്ന സമയത്ത് ഉമ്മാന്റെ അടുത്ത് അയച്ചിട്ട് വേണം. ശരിക്കും ശ്രദ്ധിച്ച്, അധിക സ്ത്രീകൾക്കുള്ള പരാതിയാണിത്. ഉമ്മാന്റെ അടുത്ത് പൈസ അയക്കും, ഓക്കെ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ എനിക്ക് കാണിക്കാൻ പോണം, ഉമ്മ എനിക്ക് ഷാൾ എടുക്കണം, ഉമ്മ എനിക്ക് ചുരിദാർ വേണം, ഉമ്മ എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് ഉമ്മാനോട് ചോദിച്ചിട്ട് വേണം. അപ്പൊ എന്തേ? അതായത് ഞാനൊരാളല്ലേ എന്നാണ് ഭാര്യയുടെ ചോദ്യം. അതായത് നമ്മൾ കൊടുക്കേണ്ടത് പ്രവൃത്തിയിൽ ഒരു റെസ്പെക്ട് കാണിക്കണം എന്നർത്ഥം. പ്രവൃത്തിയിൽ റെസ്പെക്ട് കാണിക്കണം എന്നർത്ഥം. ചില ആളുകൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഉമ്മാക്ക് പ്രശ്നമാവോ എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അഥവാ ഉമ്മാക്ക് എനിക്ക് ഭാര്യയോടായി പോയിക്കോളെ ഈ ഇഷ്ടമൊന്നും ഉമ്മാക്ക് തോന്നുമോ എന്നുള്ള ബേജാറാണ്. 2 കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞാല് നമ്മൾ സാധാരണഗതിയിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ. എൻ്റെ അടുത്തൊരു ചങ്ങായി വന്നു ഒരു സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ത്രീപീഡനം എന്നൊക്കെ പറയൂലേ, സ്ത്രീപീഡനത്തെക്കാളൊക്കെ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പീഡനം പുരുഷ പീഡനമാണ് എന്നോട്. ഞാൻ ചോദിച്ചെന്താ? ഞാനിപ്പോ ഒരു പുര എടുക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പുരയിൽ എന്തെല്ലോ ഒരു പ്രശ്നം. അപ്പൊ എന്നോട് ഉമ്മ ഒരു കാര്യം പറഞ്ഞ്, ഭാര്യ ഒരു കാര്യം പറഞ്ഞ്, സ്വാഭാവികമായിട്ടും വിളിച്ചുവിടും. ഭാര്യ ഒരു കാര്യം, സ്വാഭാവികമായിട്ടൊരു വീടൊക്കെ എടുക്കും, ഭാര്യക്കൊരു അഭിപ്രായം ഉണ്ടാവും, ഉമ്മാക്കൊരു അഭിപ്രായം ഉണ്ടാവും, പെങ്ങന്മാർക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. ഈ സമയത്ത് ഉമ്മ ഒരു അഭിപ്രായം പറയുന്നു, ഉമ്മാന്റെ അഭിപ്രായം വാശി പിടിക്കുന്നു. ഉമ്മ വിടുന്നില്ല. പെണ്ണുങ്ങളാണെങ്കിലോ പെണ്ണുങ്ങളും വാശി പിടിക്കുന്നു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഇടയിൽ പ്രവർത്തിച്ചൊന്ന് നന്നാക്കി എടുക്കാൻ നോക്കുമ്പോൾ പെങ്ങൾ ചോദിക്കുന്നല്ല, ഓളോ എനിക്ക് വലുത് അല്ലെങ്കിൽ ഉമ്മയോ? മൂന്നാമത്തെ ആള് വന്ന്. അപ്പൊ പിറ്റേന്ന് രാവിലെ ആയാലും ഉമ്മ ഇങ്ങനെ ഇടവലത്ത് നിന്ന് അയച്ചുവെച്ച വന്നിങ്ങനെ അയച്ചുവെച്ചാനോട് കുറെ കിസ്സയെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ ബയ്യപ്പുറത്ത് കീഞ്ഞേരോ ഉമ്മാനോട് അയച്ചു ചോദിക്കുന്നല്ല, പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്നും ഇല്ലല്ലേ. അപ്പൊ എന്തായി? ഉമ്മ എതിരായി, പെണ്ണുങ്ങളൊരു ഭാഗത്തിനെതിരായി, പെങ്ങന്മാർ ഒരു ഭാഗത്തിനെതിരായി, ഇടവലത്ത് അയച്ചു എതിരായി. 4 ഭാഗത്ത് എന്നെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന എന്തെന്നാ ഞാൻ ചെയ്യേണ്ടത്? ആര് ചോദിക്കുന്നത്? ഈ മനുഷ്യൻ ചോദിക്കുന്നു. സ്വാഭാവികമാണ്. സാധാരണഗതിയിൽ ഫോണ് വിളിച്ചാല് അല്ലേ, ഫോണ് ചിലപ്പോ വീട്ടിൽ വെച്ച് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, മോന്റെ ഫോണ് വെച്ച് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആരാ ഫോൺ എടുക്കുക? ഉമ്മ എടുക്കുക. കഴിഞ്ഞ ബഷീർ വിളിച്ചിക്കെന്ന് പറയാനാ. കല്യാണം കഴിഞ്ഞാലോ ആ ഫോൺ ആരെ കസ്റ്റഡിയിലുണ്ടാവാ? പെണ്ണുങ്ങളെ കസ്റ്റഡിയിലുണ്ടാവാ. അപ്പൊ ഫോൺ എടുത്തിട്ട് ഉമ്മ ഇങ്ങനെ നോക്കൂ, അതാരാളി വിളിച്ചേ? ഉമ്മാനോട് ചിലപ്പോ ഈ സാധുവിനോട് പറയാൻ പറ്റേക്കും, ഉമ്മാനോട് ഇതിനാ പറയാന്ന് വെച്ചിട്ട് ഉമ്മാന്റെ മനസ്സിൽ ഈഗോ അടിച്ച്, ഇതുവരെ ഞാനല്ലേ ഇതെല്ലാം വിളിക്കുകയും എടുക്കുകയും കേൾക്കുകയും ചെയ്തത്, ഓളായല്ലോ. രണ്ടാമത്തെ വേറൊരു സിറ്റുവേഷൻ, രാത്രി 10 മണിക്ക് വീട്ടിലേക്ക് വരുന്നു. സാധാരണ വീട്ടിലേക്ക് വരുമ്പോ മോൻ വിളിക്കുക ഉമ്മ എന്നും വിളിച്ചിട്ടാ വരുക. ഇപ്പോ പെണ്ണുകെട്ടിന് എന്തായി? വിളി മാറി. ഉമ്മാക്ക് ഈഗോ അടിക്കോ ഇല്ലയോ? അടിക്കും. ഇവിടെയാണ്
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ എന്ത് ചെയ്യണം വെച്ചാൽ മനസ്സിലാക്കിയിട്ട് പെരുമാറണം. ഉമ്മാനെ അഡ്ജസ്റ്റ് ചെയ്യണം, ഭാര്യയും മനസ്സിലാക്കിയിട്ട് അത് വേണ്ട രീതിയിൽ വെക്കേണ്ടടുത്ത് വെക്കണം. വെക്കേണ്ടടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, ചില സമയത്ത് ഉമ്മയും ഭാര്യയും തമ്മില് ചിലപ്പോ ചില ഈഗോ ക്ലാഷുകളൊക്കെ വരും. അങ്ങനെയാണല്ലോ. നേരത്തെ ഇവിടെ നമ്മുടെ വിഷയത്തിൽ പ്രത്യേകം മൂന്നി പറയുന്നൊരു കാര്യമുണ്ട്, മരുമകൾ. അതായത് വീട്ടിലുള്ള വരുന്ന മരുമകൾ അതിങ്ങനെ ചോദിക്കൂല്ലേ, എന്റെ മോനിക്കൊരു പെങ്കെട്ടെങ്കിലും, ഇപ്പം പ്രത്യേകിച്ച് പ്രതിസന്ധി കാലാന്നല്ലോ, പെങ്കെട്ടുണ്ടെങ്കിൽ പറയണേ, ഒന്നും വേണ്ട, പൊന്നും വേണ്ട, പണ്ടവും വേണ്ട, ഒന്നും വേണ്ട, വിദ്യാഭ്യാസം പെണ്ണയച്ചാ മതി, വേറൊന്നും വേണ്ട. അങ്ങനെ എല്ലാം കൂടി റെഡിയാക്കി എൻഗേജ്മെന്റിന് അന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ മൂട്ടായും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്ത് എല്ലാം സെറ്റായി വന്ന് ഉമ്മ തുരുതുരോ ഫോണ് വിളി, മോക്ക് നിൽക്കുമോ നേരെയില്ല അങ്ങേപ്പുറത്ത്. അതായത് മോന്റിയോളാവാൻ പോന്നോളാം ഉമ്മ ഇങ്ങനെ വിളിക്കുന്നു, കിഞ്ഞാരം പറയുന്ന. അപ്പോ ഈ മോളിയാക്കി എന്തൊരു ഉമ്മയായത് റബ്ബേ, എങ്ങനെയെങ്കിലും എനിക്ക് ആടെ എത്തണ്ടീനും. ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസം അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി മോന്റിയോളെ മോനെല്ലാം വിളിച്ച് നല്ല പത്തിരും ചായലും കഴിച്ച് മോള് പ്ലേറ്റ് എടുത്തിട്ട് കవ్വ നോക്കും. ഇതെന്താ ഇനിയിപ്പം തന്നെ കవ్വൽ നീ നാടെ വെച്ചേക്ക്, കൈയില്ല. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ പൊങ്ങന്മാർ ഇങ്ങനെ രണ്ടാളും കൂടി കിശിച്ചു പറയുന്നു, പുതിയൊരു പെണ്ണുങ്ങൾ വന്നേരെ ഓന്റെ ഓള് വന്നേരം ഉമ്മാക്കൊരു വീര്യം കൂടുതൽ ഓളോടുണ്ടല്ലോ. ആടെ ചെറിയൊരു പ്രശ്നമായി. രണ്ടാളും കൂടി എന്ത് ചെയ്ത് ഉമ്മാനോട് പറഞ്ഞു, എന്താ ഞാളെപ്പോലെ തന്നെയല്ല ഓളു. അപ്പൊ എന്തായി, ഉമ്മയും ആ മരുമോളും തമ്മിൽ ചെറുങ്ങനെ തെറ്റിയേ. പിന്നെ 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 എന്തായിന്ന് വെച്ചാൽ തെറ്റി വന്ന് ഇപ്പൊ അടുത്ത് എൻ്റെ അടുത്തൊരു കേസ് വന്നു. ഞാൻ ഉദാഹരണം പറയാം. അതായത് കല്യാണം കഴിക്കാൻ കൂട്ടാക്കാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് കല്യാണം കഴിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നതാ. അപ്പൊ എന്നോട് പറയും, ഞാൻ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇവിടെ വന്ന് അങ്ങനെ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതാ. ഇപ്പൊ ആകെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഉമ്മാന്റെ പ്രശ്നം. എന്തൊക്കെയോ വീട്ടിലുണ്ടായ സമയത്ത് ഉമ്മ പറയാലോ, അതായത് ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ ബന്ധുവിന്റെ അടുത്ത് നിന്നൊരു ലൈംഗികമായ ഒരു വേണ്ടാത്ത ഒരു സംഗതി ഉണ്ടായി. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഭർത്താവിനോട് പറഞ്ഞപ്പോ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. കാരണം ഉമ്മാന്റെ കാര്യമായ ആളായി ബന്ധു. അപ്പൊ എല്ലാം കൂടി എന്ത് ചെയ്ത് സത്യം പോലെ തിരിഞ്ഞ സമയത്ത് ഉമ്മാനോട് പറഞ്ഞ്, മോയെ എന്തെങ്കിലും ഒന്ന് ചോദിക്കണോരോട്. അപ്പൊ പബ്ലിക്കലി മോളും ഇതെല്ലാം ഉമ്മ പറയാലോ, അങ്ങനെ കാര്യം വന്ന് നോക്ക് വേണ്ടിയിട്ട് നമ്മള് ഉള്ളിലുള്ളവരോട് തെറ്റുന്നാണ് നോക്കണേ നിങ്ങള്. അങ്ങനെ നേരത്തെ എങ്ങനെ കൊണ്ടുവന്നത് എവളാ ഈ ജീവിതം കാണുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളോട് പോലെ തന്നെ, ഞാനിത് ഒരു സ്പർശിച്ചു പോവുകയാണ്, നമ്മുടെ മക്കളോട് പോലെ തന്നെ അതേ രൂപത്തിൽ നമ്മുടെ മരുമക്കളോടും പെരുമാറുവാൻ നമുക്ക് കഴിയണം. മക്കളോട് കൂടുതൽ വീര്യം അല്ലെങ്കിൽ മരുമക്കളോട് കൂടുതൽ വീര്യം, മക്കൾ ഔട്ട്, ഈ രീതിയല്ല. അവരെ സന്തുലിതാവസ്ഥയിൽ ഒന്നിച്ചു കൊണ്ടുപോവാൻ ഒരു ഉമ്മാക്ക് കഴിയണം. അതേപോലെ തന്നെ തിരിച്ച് ഒരു ഭാര്യയെ സംബന്ധിച്ച്, മരുമകളെ സംബന്ധിച്ചിടത്തോളം തന്റെ വീട് ഭർത്താവിന്റെ വീട് സ്വന്തം വീടാണ്, തന്റെ ഉമ്മ സ്വന്തം ഉമ്മയാണ്. ഈ രീതിയിൽ ഒരു സ്നേഹവും അടുപ്പവും ഉണ്ടാവണം. ഭാര്യയും അതേപോലെ തന്നെ അതല്ലെങ്കിൽ മരുമകളും തന്റെ മകനും തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ ഒരിക്കലും ഇടപെട്ട് സംസാരിക്കരുത്. ഓലയുടെ പോണോ, ഓലയുടെ ടൂർ പോണോ, ഓല പോകുമ്പോൾ എന്തെടുക്കണോ, എത്ര ദിവസം നിൽക്കണോ, ഇതിലൊന്നും ആരിടപെടരുത്. ഒരു ഉമ്മയോ ഒരു ഉപ്പയോ ഇടപെടരുത്. മറിച്ച് എന്താവണം, അവർക്കിടയിൽ എന്ത് ചെയ്യണം, ഭാര്യക്കും അതേപോലെ തന്നെ ഭർത്താവിനും ഇടയിൽ മോന്റെയും മോന്റെയോളം ഇടയ്ക്ക് എന്ത് ചെയ്യണം, ഒരു ഉമ്മ എന്താവണം, ഒരു പാലമാവണം. എന്താവരുത്, ഒരു പാരയാവരുത്. ഉമ്മയുടെ മോന്റെയും മോന്റെയോളം ഇടയ്ക്ക് എന്താവണം, ഒരു പാലമാവണം. എന്താവരുത്, പാരയാവരുത്. എത്ര കേസുകൾ, ഡിവോഴ്സ് കേസുകൾ വരുന്നത്. ഈ കേസുകൾക്കൊക്കെ പിന്നില് ചിലപ്പോ ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. ദീർഘിച്ച് പറയുന്നില്ല, ആ ഭാഗത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന, ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം, അവളുടെ ബന്ധുക്കളോട് നല്ലോണം പെരുമാറുക. ഉമ്മാനോട് ഉപ്പാനോട് നല്ല സ്നേഹം, ഓല കൊണ്ട് കുറ്റം പറയാ, ഇഞ്ചാടുന്ന് കൊണ്ടുവന്ന ഈ കുയ്യപ്പത്തിന് ഒരു ഗുണവും ഇല്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു രസം ഉണ്ടാവും പറയേ, പക്ഷെ ഓല മനസ്സിലുണ്ടാക്കുന്ന ഒരു മുറിവ് എന്ന് പറയുന്നത് അഗാധമായ മുറിവാണ്. അത് തിരിച്ചിങ്ങോട്ടാണ്. അടുക്കളയിൽ നിന്നെല്ലാം കൂടി കയറി മുകളിലെത്തി, അതല്ലെങ്കിൽ റൂമിലെത്തി കിടക്കുന്ന സമയത്ത്
ഒരു 2 മണിവരെ ഓക്ക് പറയാനുള്ള കിസ്സ ഉമ്മാന്റെ കുറ്റം മാത്രം. കുറെയെല്ലാം ഭർത്താക്കന്മാരെ കേൾക്കും, പക്ഷേ എന്ത് ചെയ്യൂല, തീർത്തും അങ്ങനെ പറഞ്ഞ് മടുപ്പിക്കരുത്. സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ബന്ധുക്കളോട് സ്നേഹം വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പിരിച്വൽ സപ്പോർട്ട് വേണം. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞതുപോലെ എന്റെ ഭാര്യ അള്ളാഹുവിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് പടച്ചവന്റെ മുമ്പിൽ നിൽക്കേണ്ടയോ എന്ന് എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അപ്പൊ നല്ല മൂഡിൽ പോവണം നമ്മൾ, അല്ലെ? നല്ല ഭർത്താവ്, നല്ല ഭാര്യ, നല്ല സന്തോഷത്തിൽ പോണ്ടിരിക്കണമെങ്കിൽ ഒരു 5 കാര്യം ഇതാ പിടിച്ചോ. ആ 5 കാര്യം ജീവിതത്തിൽ ശരിക്ക് വയസ്സെത്രയായാലും പ്രശ്നമില്ല, 26 ആയാലും 48 ആയാലും 58 ആയാലും ഇന്ന് മുതൽ എന്ത് ചെയ്തോ, പ്രാക്ടീസ് ചെയ്തോ. 5 കാര്യങ്ങൾ. 1, വേർഡ് ഓഫ് അഫർമേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, പ്രശംസനീയമായ വാക്കുകൾ പറയുക. ഇടയ്ക്ക് നമ്മൾ മൊബൈലുണ്ടെങ്കിലും വെറുതെ കളിക്കുമ്പോൾ ബയ്യപ്പുറത്ത് ഓളുണ്ട്, ബാക്കലുമ്മലുണ്ട്, ഹായ് ഹലോ എന്തല്ല. എൻ്റെ ചിരി വല്ലാത്ത ചിരിയാ. ഉദാഹരണം പറയാം, ഇത് ഉസ്താമാർക്ക് ഉള്ള സമയത്ത് പറയുമ്പോൾ ബുദ്ധിമുട്ട്, പക്ഷേ പറയേണ്ട കാര്യം പറയണല്ലോ എന്ന് വെച്ചാൽ നല്ല ചിരിയായിട്ടുണ്ട്. എൻ്റെ ഭക്ഷണമില്ല, അടിപൊളി ഭക്ഷണമായിട്ടോ, ഒന്നും പറയാനില്ല. പറഞ്ഞു നോക്ക്. അത് ഞാൻ എപ്പോഴും പറയുന്നില്ല, എപ്പോഴും വെക്കുന്ന ചോറിന് എന്തിനാ ഇത്ര മധുഹെന്നാ പറഞ്ഞാൽ അതും ഗുണാണ്. നമ്മളെ പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തിരിച്ചിങ്ങോട്ട് ഭാര്യയും പറയാ. ഇടയ്ക്കൊരു മെസ്സേജ് ഒക്കെ വെറുതെ അയച്ചു നോക്ക്. ദിവസം ഒരു 5 വേർഡ് നന്മകൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുത്തു നോക്കൂ. തിരിച്ചങ്ങോട്ടും പ്രതിജ്ഞ എടുത്തു നോക്കൂ. ഗ്യാരണ്ടിയാണ് സന്തോഷമുള്ള ജീവിതം ഉണ്ടാവും. ഗിഫ്റ്റ് കൊടുക്കുക. 2ാമത്തത്, അല്ലേ? എന്തെങ്കിലും ഗിഫ്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഭാര്യക്ക് കൊടുക്കാം, ഭാര്യക്ക് ഭർത്താവിന് കൊടുക്കാം, തിരിച്ചു മറിച്ചൊക്കെ ചെയ്യാം. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. 3ാമത്തെ കാര്യം ക്വാളിറ്റി ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമില്ലാതെ വേറൊന്നും സംസാരിക്കരുത്. ആ സമയത്ത് വേറെ അങ്ങ് ഇറാനും ഇറാഖുമായിട്ടുള്ള യുദ്ധമോ അതല്ലെങ്കിൽ ഖത്തറിലേക്ക് അടിക്കാൻ നോക്കുന്നുണ്ട്, ഇതൊന്നുമല്ല കിസ്സ. നിങ്ങൾക്കിടയിലുള്ള കഥകളും കിസ്സകളും മാത്രം, നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് മാത്രം സംസാരിക്കുന്ന ഒരു 10 മിനിറ്റ്. ഇനി 4ാമത്തത് ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് ഫിസിക്കൽ ടച്ച് എന്നാൽ ശാരീരികമായ സ്പർശനം. അത് കൈവടിക്കാം, പിന്നെ ശാരീരികമായ സ്പർശനം, ഇതെല്ലാം അനുവദനീയമാണ്. നേരത്തെ അവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ആ കാര്യം. പിന്നെ ക്വാളിറ്റി ആക്ടിവിറ്റി ടൈം. ഭർത്താവിന്റെ ക്രിയകളിൽ, പ്രവർത്തികളിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമോ സഹായിക്കുക. ഭർത്താവിന് ഭാര്യയ്ക്ക് എന്തെങ്കിലും സഹായിച്ചു കൊടുക്കാൻ കഴിയുമോ അങ്ങനെ സഹായിക്കുക. അടുക്കള കയറി നിങ്ങൾക്ക് പെരാന്താ ചോദിക്കരുത്. നമ്മളെ ബഹുമാനപ്പെട്ട കീകനോറൊക്കെ നമ്മൾ പാണ്ട് കഴിഞ്ഞല്ലോ, കുറേ സംഭവങ്ങളില്ലേ. നാദാപുരത്ത് ദർശന് പോകുന്ന സമയം ഓറ് വീട്ടിലുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കാവുന്ന രീതിയിൽ ഭാര്യയെ സഹായിച്ചിട്ടാണ് മൂപ്പരെന്ത് ചെയ്യാം നാദാപുരത്തെ ദർശനത്തിലേക്ക് പോവുക. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് നോക്ക്. ഇന്ന് ഭക്ഷണം കഴിച്ച ഉടനെ അങ്ങനെ തന്നെ ഹോട്ടലിൽ എണീച്ചു പോകുമ്പോൾ എണീച്ചല്ലേ, പെണ്ണുങ്ങൾ ഹോട്ടലിൽ എണീച്ചു പോകുമ്പോൾ എണീച്ചു എന്ന് പറയുന്നതിനപ്പുറമായിട്ട് നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുടുംബസംഗമം കഴിഞ്ഞതിൻ്റെ ഒരു മാറ്റം ഇന്ന് കാണണം വീട്ടിൽ. പിന്നെ പ്ലേറ്റ് കൈ കൊടുക്കുക, ഗ്ലാസ് കൈ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭക്ഷണമായോ, ഭക്ഷണം വെക്കാനായോ, പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ടേബിളുമോ കൊണ്ടുവെക്കുക. ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഇടപെടൽ നടത്തി നോക്കൂ, സന്തോഷം കാണാം. ഈ സന്തോഷങ്ങൾ ആര് കാണണം? ആര് കാണണം? നമ്മുടെ മക്കൾ കാണണം. അവര് പറയണം ലിവിങ് ടുഗദർ അല്ല ശക്തി, സന്തോഷം വിവാഹ ജീവിതമാണ്. അത് എവിടെ ഞാൻ പഠിച്ചത്? എന്റെ ഉപ്പാനെ ഉമ്മാനെ കണ്ടിട്ട് ഞാൻ പഠിച്ചാണ്. എന്റെ ഉപ്പാനെ ഉമ്മാനെ അവരുടെ ജീവിതം കാണുമ്പോൾ എന്തൊരു സന്തോഷാണ്. ആ സന്തോഷം എനിക്ക് കിട്ടണമെന്ന് ആരാഗ്രഹിക്കും? മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമ്മൾ കലഹിക്കരുത്, ഒരു സമയത്ത് പോലും കലഹിക്കരുത്. അഥവാ കലഹിക്കണോ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മെല്ലെ എന്ത് റൂമിലേറ്റം കൊണ്ടുപോയിട്ട് ഒരിക്കൽ ആരെ മുമ്പെന്ന് പറയരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ മുമ്പിൽ പിണങ്ങരുത്. കാരണം അവർക്കെല്ലാം എല്ലാം എല്ലാം ആരാണ്? അവരുടെ രക്ഷിതാക്കളാണ്. ബോധം വേണം. പിന്നെ അവർക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂട്ടി ഞാൻ പറയാണ്,
നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ, പൂമ്പാറ്റകൾ, നമുക്ക് സന്തോഷം നൽകുന്ന മക്കൾ, ചെറിയ ചെറിയ മക്കളെ പോലും നമ്മൾ നോക്കുമ്പോൾ അവരുടെ ചിരി, അവരുടെ പുഞ്ചിരി, അവരുടെ കളി, അതിങ്ങനെ വലുതാവുമ്പോൾ അവരുടെ ക്രയവിക്രയങ്ങളൊക്കെ നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങൾ പെടുത്തട്ടെ. ഏത് സമയത്തും നമുക്ക് അവരെ അൺകണ്ടീഷണൽ ലവ് കൊടുക്കാൻ നമുക്ക് കഴിയണം. യാതൊരു ഉപാധിയും ഇല്ലാതെ സ്നേഹിക്കാൻ കഴിയണം. ഇനി അനുസരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് സ്നേഹം, ഇനി അനുസരിച്ചിട്ടില്ലേ സ്നേഹമില്ല, മാർക്ക് വാങ്ങിയ സ്നേഹം, മാർക്ക് വാങ്ങിയിട്ടില്ലേ സ്നേഹമില്ല, അങ്ങനെ ഉണ്ടാവരുത്. ഏത് സമയത്തും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നോട് വല്ലാത്ത ഇഷ്ടമാണ് എന്ന ഒരു തോന്നൽ ആർക്ക് വേണം? നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അടുപ്പവും നമ്മുടെ സാമീപ്യവും ആര് വല്ലാതെ ആഗ്രഹിക്കുന്നു? നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മമാരുടെ സാമീപ്യം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ജോലിക്കൊക്കെ പോവും, പെൺകുട്ടികൾ ജോലിക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു, ഉമ്മമാര് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ശരി, ജോലിക്ക് പോകുന്നതിനെ ഞാൻ എതിർക്കുകയല്ല. പക്ഷെ ഇതുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടെ ഉണ്ടാവുക, പ്രത്യേകിച്ച് ഉമ്മമാര് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് മക്കളുടെ ഒരു ആഗ്രഹമാണ്. ഹലോ, ഉമ്മമാര് ആരെ കൂടെ ഉണ്ടാവുക? കുട്ടികളുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് മക്കളുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ മക്കളെ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകുന്ന ഉമ്മമാരെന്താ ചെയ്യാ? എന്ത് ചെയ്യും? ചിലപ്പോ ഉമ്മാമാന്റെ അടുത്ത് അല്ലേ? പക്ഷെ എല്ലാ കാലം ഈ ഉമ്മാമ നോക്കാൻ ഉണ്ടാവില്ല. ഉദാഹരണം പറയാ, ഇതേ ഉമ്മമാര് കുറച്ച് വലുത്, എല്ലാവർക്കും ജോലി, ഉമ്മാമാക്കും ജോലിയാ നോക്കുക. ആരാ നോക്കുക? അല്ലെങ്കിൽ തന്നെ ഉമ്മാന്റെ സ്ഥാനത്ത് ഉമ്മാമ വരൂല. പക്ഷെ അതിലൊക്കെ കടുപ്പായിട്ട് ഇപ്പം വരുന്നത് എന്താ ചെയ്യുന്നറിയോ? ചെറിയ മക്കളെ പമ്പേഴ്സും അതേപോലെ തന്നെ ഓല സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഡേ കെയറിലേക്ക് കൊണ്ടുപോകും. നേരം വെളുക്കുമ്പോൾ തന്നെ ഈ കുട്ടി കരയാൻ തുടങ്ങും. കാരണം എന്താണ്? എൻ്റെ ഉമ്മ എന്നെ വിട്ടുപോവാണ്, ഇനി ഇത്ര സമയത്തിനിടക്ക് ഉമ്മാനെ ഞാൻ കാണൂല. എന്നിട്ട് ഏതോ ആയമാരും അവരൊക്കെ എന്ത് ചെയ്യും? ഉമ്മാനെ നോക്കും, ഈ കുട്ടിയെ നോക്കും. വൈകുന്നേരം ആവുമ്പോ ഉമ്മ തിരിച്ചുകൊണ്ടുവരും. ഇവിടെ ജോലി ചെയ്യുന്ന ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതനുസരിച്ചും അവർക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് വരുന്നില്ല. കാരണം എന്താ? ജോലി സമ്മർദ്ദം. വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് ആകെ ക്ഷീണിക്കും. പിന്നെന്ത് ജീവിത? 24 മണിക്കൂർ. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നിടക്ക് ഒരാൾ എന്നോട് പറഞ്ഞത്, എത്രയോ ദിവസമായി ഭാര്യയും അവനും കണ്ടിട്ടില്ല എന്ന്. കാരണം എന്താ? ഭാര്യക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, ഇവനിക്ക് പകല് ഡ്യൂട്ടി ആയിരിക്കും. അപ്പോ ഭാര്യ ഇങ്ങ് വരുമ്പോ ഭർത്താവ് അങ്ങ് പോവും, ഭർത്താവ് ഇങ്ങ് വരുമ്പോ ഭാര്യ അങ്ങ് പോവും. പിന്നെന്ത് ജീവിതം? എന്തിനാ ജീവിക്കുന്നത്? ആലോചിച്ച് നോക്ക്. അപ്പോ ഈ ഡേ കെയർ സംവിധാനമൊക്കെ വന്ന് കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ജോലിക്ക് തടസ്സമാകുന്നു എന്ന് കണ്ടപ്പോൾ കുട്ടിയെ നമ്മൾ മാറ്റി നിർത്തി. ഇന്ന് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി ഇപ്പം കണ്ടില്ലേ, ഓഡിറ്റോറിയങ്ങളൊക്കെ ഒരുപാട് കൂടി. കാരണം എന്താ? വീട്ടിൽ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം കഴിഞ്ഞു, ഓഡിറ്റോറിയം തന്നെ. ഇങ്ങനെ തുടങ്ങി എല്ലാം പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഒരുപാട് വന്നു. ആവശ്യമുള്ളതുകൊണ്ടാണ് വരുന്നത്. ഇനിയൊരു സാധനം ഇവിടെ നാദാപുരത്തും പരിസരപ്പുറത്ത്, അള്ളാഹു കാക്കട്ടെ, ഒരുപാട് വരാൻ പോകുന്ന ഒരു സ്ഥാപനമാണ്. എന്തെന്നറിയോ? എന്താണ്? വൃദ്ധസദനം. എന്തിന്? ഡേ കെയറിൽ എന്നെ കൊണ്ടാക്കിയ ഉമ്മ, ആ ഉമ്മ വയസ്സായി, ജോലിയെടുക്കാനൊന്നും പറ്റിയില്ല, പോവാൻ പറ്റുന്നില്ല, വീട്ടിലൊരാള് വേണം, ഉമ്മയും ഉപ്പയും വീട്ടിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മകനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ ഓനും കുട്ടികളും അതേപോലെ തന്നെ ഭാര്യയൊക്കെ യൂറോപ്പിൽ ജോലിയാണ്, അതല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് ജോലിയാണ്. ഉമ്മയെ കൂടെ കൂട്ടാൻ കഴിയില്ല. എന്ത് ചെയ്യും? പണ്ട് ഡേ കെയറിൽ എൻ്റെ ഉമ്മ എന്നെ കൊണ്ടുവച്ചത്. ഇപ്പൊ എന്ത് ചെയ്യാ? എന്റെ ജോലിക്ക് തടസ്സമാകുമ്പോൾ ഉമ്മാൻ എവിടെ കൊണ്ടാക്കും? വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കും. ഇവിടെ ചോദ്യം ചെയ്യാൻ പറ്റോ? അപകടകരമായ ഒരു സാഹചര്യം മുമ്പിലുണ്ട് എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. അപ്പോ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കൺകുളിർമയുള്ള മക്കൾ, കൺകുളിർമയുള്ള ഭാര്യ, സ്നേഹം പെയ്തിറങ്ങുന്ന വീട്, സന്തോഷം പെയ്തിറങ്ങുന്ന വീട്, സന്തുഷ്ടിയുള്ള വീട്, സമാധാനമുള്ള വീട്, അത്
ഏറ്റവും വലിയ സന്തോഷമാണ്. അതാണ് സന്തോഷം. അതിനപ്പുറത്തുള്ള ലിവിങ് ടുഗദർ സന്തോഷമല്ല. ഏകാന്ത ജീവിതം സന്തോഷമല്ല. ജീവിതത്തിൽ കല്യാണം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിലൂടെയാണ് ഒരു മനുഷ്യന്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ കഴിയുന്നത് എന്നത് ഏറ്റവും വലിയ പാഠമാണ്. അത് അനുഭവമാണ്, അത് സത്യമാണ്. ആ സത്യത്തോട് തിരിഞ്ഞു നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. തീർച്ചയായും ആ സന്തുഷ്ടിയുള്ള, സന്തോഷകരമായ, സമാധാനപരമായ മക്കളും കുടുംബവുമെല്ലാം, ഭാര്യയും എല്ലാവരും സന്തോഷത്തോടുകൂടെ ഇസ്ലാമിക ചിട്ടയിലും ആത്മീയ അനുഭൂതിയിലും നല്ല സമാധാനത്തോടെ ജീവിക്കാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതേ കുടുംബം സ്വർഗീയമായ ഒരു കുടുംബമായി ഇവിടെ ജീവിച്ച് നാളെ സ്വർഗത്തിലെത്തി സന്തോഷത്തിൽ സ്വർഗത്തിൽ ആനന്ദിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.